പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകണം. രാജ്യതലസ്ഥാനത്ത് അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സഭാ അധ്യക്ഷനായ ശേഷം ആദ്യമായാണ് ബിഷപ്പ് പ്രധാനമന്ത്രിയെ കാണുന്നത്. രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സഭാ അധ്യക്ഷൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി നിർണായക നീക്കത്തിനാണ് BJP ഒരുങ്ങുന്നത്. അനൗപചാരികമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് റാഫേൽ തട്ടിൽ പറഞ്ഞു. ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ വിഷയമായില്ല. രാഷ്ട്രീയം നോക്കിയല്ല ഭരിക്കുന്ന സർക്കാരുകൾക്ക് പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. Showed us a lot of warmth, affection, and promised to our community all what is possible from the government will do for the community. And I, as newly elected Major Archbishop of Sierra Malabar Church, informed our solidarity to the government and our cooperation for the governmental activities. So it was a cordial, informal, and I consider it, for me, felt very homely, and the Prime Minister showed us a very family warmth. Prime Minister has, for my enthronement, sent a very personal letter. I should. It's not a bureaucratic letter. It is a very personal letter, and I express my heartfelt gratitude for the warmth he has shown to me and the support he has extended. So I find it, for me, a very family, very warm coming together. We have not entered into any of that sort of, because this is a courtesy visit after my election. So I am very happy that Prime Minister showed us the warmth, and it was the first one called was me. That shows his concern for the community. There were many delegations waiting for that. The first one called was our delegation, and he expressed that no, we are with you, and you can expect all cooperation from the government. പ്രധാനമായ കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം സൗഹാർദ്ദപരമാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയം ചർച്ചയായില്ല. അതുപോലെ ക്രൈസ്തവ സഭ, ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്, അവിടെ ചർച്ച ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും തന്നെ പ്രധാനമന്ത്രി പരിഗണിച്ചു കാര്യമായി. കാരണം ആദ്യം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് സഭാധ്യക്ഷൻ പറയുന്നുണ്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഇത് പ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം രാഷ്ട്രീയമായി BJPക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിലുണ്ട്. സഭയ്ക്കും ചില ആവശ്യങ്ങൾ കേന്ദ്ര ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, ക്രൈസ്തവർ നേരിടുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എങ്കിൽ പോലും ഇത് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു വേദിയായി ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ സഭ കണ്ടേക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെ. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയമില്ലെങ്കിൽ പോലും അതിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാർ റാഫേൽ തട്ടിൽ സഭയുടെ അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷം നടത്തുന്ന ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ്, അതായത് ഭരണതലത്തിലുള്ളവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്നാണ് സഭയുടെ ഒരു നിലപാട്. പക്ഷേ പതിവില്ലാത്ത ഇത്തരം ഒരു കൂടിക്കാഴ്ചകൾ പതിവില്ലാത്തതാണ്. കാരണം ഇതിനു മുൻപ് സഭയുടെ അധ്യക്ഷന്മാരുമായി ആരെങ്കിലും ചുമതലയേറ്റെടുത്താൽ ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു പതിവില്ലാത്തതാണ്. പക്ഷേ ആ പതിവുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ചയുമായി രംഗത്ത് വരുന്നത്. അതിനകത്ത് BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കാരണം കേരളത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായിട്ടുള്ള സീറോ മലബാർ സഭയുടെ ഒരു അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരുന്നു. അതും അദ്ദേഹം ചുമതലയേറ്റിട്ട് ഒരു മാസമാകുന്നില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു കൂടിക്കാഴ്ചയിൽ BJP വലിയ രാഷ്ട്രീയ പ്രതീക്ഷ പോലും വെക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലെ BJP വലിയ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് മാർ റാഫേൽ തട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ
ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ റാഫേൽ തട്ടിൽ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമായ കാര്യം പറഞ്ഞു. അതായത് ഒരു അനൗപചാരികമായ കൂടിക്കാഴ്ചയാണ്, സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ്. രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഈ അടുത്ത ദിവസമാണ് CBCയുടെ യോഗം, CBCയുടെ മീറ്റിംഗ് ബാംഗ്ലൂരിൽ നടന്നത്. ആ ബാംഗ്ലൂരിൽ നടന്ന മീറ്റിംഗിൽ രാജ്യത്തെ ഭരണഘടന വലിയ പ്രതിസന്ധിയിലാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്നതെന്ന വലിയ രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഉന്നയിച്ചിരുന്നു. രാജ്യത്ത് ക്രൈസ്തവർ വലിയ വേട്ടയാടുന്നുണ്ട്, ക്രൈസ്തവർ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നുണ്ട്, ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ CBCI മീറ്റിംഗിൽ പല ബിഷപ്പ്മാരും ഉന്നയിച്ചു. ആ ഒരു നിലപാടുമായിട്ടാണ് CBCI മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാർ റാഫേൽ തട്ടിനോട് ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളൊന്നും ചർച്ചയായില്ല, മണിപ്പൂർ വിഷയമൊന്നും ചർച്ച ചെയ്തില്ല, ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ വിഷയങ്ങൾ, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയായി. കാരണം അതിൽ ഒന്ന് കാർഷിക വിളകളുടെ വിലത്തകർച്ച, റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങളൊക്കെ ചർച്ചയായി. കാരണം ഇന്നത്തെ കൂടിക്കാഴ്ചയിലും കേന്ദ്രമന്ത്രിമാരായ V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം ഫരീദാബാദ് രൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, സഹായമെത്രാൻ മാർ ജോസ് പുത്തംവീട്ടിൽ ഉൾപ്പെടെയുള്ളവരാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 25 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടു. പാർലമെന്റ് പോസിറ്റീവായിരുന്നു. അതിനുശേഷം ബിഷപ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പ്രതികരിക്കുകയാണ്. ആദ്യം തന്നെ തനിക്ക് അവസരം തന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. നിരവധി കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തങ്ങൾക്ക് നൽകിയ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മലയാളികളായ രാജീവ് ചന്ദ്രശേഖറും V. മുരളീധരനുമാണ്. നമുക്കറിയാം BJPയുടെ കേരളത്തിലെ നിരവധിയായ ലക്ഷ്യങ്ങൾ, അവിടെ അവർ കൂടി പ്രാധാന്യം നൽകുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സാധാരണ കൂടിക്കാഴ്ച എന്നതിനപ്പുറം മറ്റു പല അർത്ഥതലങ്ങളും ഇതിൽ കടന്നു വരുന്ന കൂടിയുണ്ട്. തീർച്ചയായും. കാരണം ഈ സമീപകാലത്താണ് ക്രൈസ്തവ സഭകളുടെ പിന്തുണ തേടി BJP രംഗത്തിറക്കാൻ തുടങ്ങിയത്. കാരണം കേരളത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളുടെ മാത്രം വോട്ട് കൊണ്ട് BJPക്ക് ഇവിടെ ഭരണം പിടിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയുകയോ ചെയ്യില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തെ, ഇവിടുത്തെ ന്യൂനപക്ഷ, കേരളത്തിലെ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തണം എന്നൊരു നിലപാടിലേക്ക് BJP വരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളായിട്ടുള്ള ലത്തീൻ സഭയുടെയും അതോടൊപ്പം സീറോ മലബാർ സഭയുടെയും സീറോ മലങ്കര സഭയുടെയും അധ്യക്ഷന്മാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. കേരളത്തിലെത്തിയപ്പോഴും അദ്ദേഹം വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. പക്ഷേ അതിന് വലിയ രീതിയിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ വിമർശനം ഏൽക്കേണ്ടി വന്നു സഭാ നേതൃത്വത്തിന്. കാരണം വിചാരധാരയിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ കൃത്യമായി പറയുന്നുണ്ട് BJPയുടെ ലക്ഷ്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം വിഭാഗവും ക്രൈസ്തവരുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന BJPക്കൊപ്പം നിങ്ങൾക്ക് പോണോ എന്ന രീതിയിൽ CPMഉം കോൺഗ്രസും പോലും വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കേരളത്തിലെ സാഹചര്യവും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. കാരണം എന്തുകൊണ്ടാണ് മണിപ്പൂർ ചർച്ചയായില്ല എന്നൊരു ചോദ്യം. കാരണം സീറോ മലബാർ സഭയ്ക്ക് യാതൊരു വേരോട്ടവും ഇല്ലാത്ത സംസ്ഥാനമാണ്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. മണിപ്പൂരിൽ സീറോ മലബാർ സഭയുടെ പള്ളികളില്ല, ആ പള്ളികളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല മണിപ്പൂരിൽ ഒരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അവിടെ മറ്റൊരു വർഗീയ പ്രശ്നമല്ല എന്ന ഒരു നിരീക്ഷണം കൂടി സഭാ നേതൃത്വത്തിനുണ്ട്. പക്ഷെ അതല്ല, അതായത് വടക്കേ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ സമീപ ദിവസങ്ങളിലായിരുന്നു ക്രിസ്മസ് പാപ്പാമാർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു, ക്രിസ്മസ് കരോളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ അതൊക്കെ ഒരു രീതിയിൽ BJPക്കെതിരായിട്ടുള്ള ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാട് വളർത്തിയെടുക്കാൻ എതിർ പാർട്ടികളൊക്കെ വലിയ ഒരു ആയുധമാക്കുന്നുണ്ടെങ്കിൽ പോലും BJP പറയുന്നു ഞങ്ങൾ ക്രൈസ്തവ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തും, അത് അവരുടെ ആശങ്കകൾ ഞങ്ങൾ പരിഹരിക്കും എന്നൊരു തുറന്ന സമീപനമാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്ക് അവർ മുന്നോട്ട് വെച്ച ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ വിവിധ അധ്യക്ഷന്മാരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, അതായത് കഴിഞ്ഞ 1-2 വർഷങ്ങളിലും BJP നേതാക്കന്മാരുമായും പ്രധാനമന്ത്രിയും അതോടൊപ്പം അമിത്ഷായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയത്. സഭയും ആ ഒരു ബന്ധം, അതായത് ഒരു ഭരണകൂടവുമായി നല്ലൊരു ബന്ധവുമായി മുന്നോട്ട് പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപക്ഷെ
അത് മറ്റ് പല സഭയുടെ സഭ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു. മതപരിവർത്തനത്തെയാണ് പ്രധാനമായും RSSും BJPയും ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അത് സഭയുടെ വളർച്ചയ്ക്ക് ഈ മതപരിവർത്തനം അനിവാര്യമാണ് എന്ന ഒരു നിലപാട് സഭാ നേതൃത്വം BJPയെ അറിയിച്ചിരുന്നു. മറ്റു പല വിഷയം, അതായത് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും രാജ്യത്ത് ഇന്ത്യയിൽ ഒരു മാർപ്പാപ്പ വന്നിട്ട് ഇപ്പോൾ 37 വർഷത്തിലധികമായി. 1986 അവസാനമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നത്. അതിനുശേഷം കഴിഞ്ഞൊരു 3.5 പതിറ്റാണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂടിക്കാഴ്ച, ഇന്ത്യ സന്ദർശനം പോലും, ഭാരത സന്ദർശനം പോലും, മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം പോലും ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവ വിഭാഗം ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അത് BJPയുമായും കേന്ദ്ര സർക്കാരുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ അത്തരമൊരു മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തിലുള്ള അവസരം ഒരുങ്ങുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമൊക്കെ സഭ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ഭരണകൂടവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാട് സഭ സ്വീകരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിൽ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും സൗഹാർദ്ദപരമാണ്, രാഷ്ട്രീയം ചർച്ചയായില്ല, ക്രൈസ്തവർ നേരിടുന്ന വിഷയങ്ങളിൽ ചർച്ചയുണ്ടായില്ല. നന്ദി ടോം, വിവരങ്ങൾ പങ്കുവച്ചതിന്. സഭാധ്യക്ഷൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ പ്രധാനമന്ത്രിയുടെ PMO ഓഫീസിൽ നിന്നും മറ്റും PMOയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഉണ്ടായേക്കാം. അത് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാന വാർത്ത നമുക്കറിയാം.